എനിക്കത് മോസ്റ്റ്ലി ഡൈയിങ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നില്ല ഷാദിൽ ആ അതെ അതെ തിരഞ്ഞെടുക്കുന്നത്. ബ്രൈഡ്സിൻ്റെ മൊത്തം ഡൈയിങ് ഡൈയിങ് ഓപ്ഷനാണ്. ഓപ്ഷൻ കാരണം ആയിരിക്കും വരുന്നത്. അത് അത് ശരിക്കും ആക്ച്വലി കുറച്ചും കൂടെ എക്സ്പെൻസീവ് പരിപാടിയല്ലേ? ഇല്ല, എക്സ്പെൻസീവ് അല്ല, കുറച്ച് റിസ്ക് ആണത്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഡൈയിങ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യാത്ത സംഭവം. ഇച്ചിരി വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഇത്ര ഡൈയിങ് പേസ്റ്റൽ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു വെള്ളം തട്ടിയാൽ പോലും ഫെയ്ഡായി പോകും. പക്ഷേ ആ റിസ്ക് വെച്ചിട്ട് നമ്മൾ, കാരണം അവരുടെ ആ ഒരു ഉദ്ദേശിച്ച കളറായാലും നമ്മൾ ഉദ്ദേശിച്ച മൈൻഡിലുള്ള കളറായാലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൈയിങ് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ റെഡി ഫാബ്രിക്കിൽ ഒരിക്കലും നമുക്ക് ആ ഉദ്ദേശിച്ച കളർ കിട്ടത്തില്ല. ഇങ്ങനെ ഡൈയിങ്ങിൽ മനസ്സിലായി. മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഡൈയിങ് എടുക്കുന്നത്. പക്ഷേ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അത് നമുക്ക് ഭയങ്കര സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതെ അതെ അതെ. വെള്ളം തട്ടാൻ അപ്പൊ പറ്റത്തില്ല. ഇങ്ങനെ ഡൈയിങ് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ ഇത്രയും നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്, ആ ഇത് എത്ര നമുക്ക് ലാസ്റ്റ് ചെയ്യണമല്ലോ ഈ സാധനം. ഇത് എങ്ങനെ ഇതിനെ സെക്യൂർ ആക്കി വെക്കും? ഈ ഡൈയിങ് ഈ പറഞ്ഞ സെറ്റിംഗ് വന്നാൽ ഇതിനൊരു ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ ശരിക്കും ക്ലയൻസ് എങ്ങനെയാണ് ഇത് ലാസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഷാദിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ? നമുക്ക് കൂടുതൽ ഇങ്ങനെ വെള്ളം തട്ടാതിരിക്കുക അതന്നെ മാക്സിമം. നമ്മളിപ്പോൾ എന്താ പറയുക, കൂടുതൽ ഈ ചെറിയ വെള്ളം അങ്ങനെയല്ല, ഈ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ മഴയുള്ള സമയത്തൊക്കെയാണ് വെഡ്ഡിങ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇതാക്കുമ്പോൾ കളർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഇഷ്യൂ വരിക. അതായത് നമ്മളിപ്പോൾ വൈറ്റിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കൊടുക്കുമ്പം അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ റെഡ് നമ്മളെ വൈറ്റിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ അതല്ല, ഇതാണ് ഡൈയിങ്ങിൻ്റെ സത്യാവസ്ഥ അതാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ഉള്ളവർക്ക് അത് അറിയണമെന്നില്ല. ഇപ്പോൾ മെയിൻ ഹെവി കാഞ്ചീപുരം ആയാൽ തന്നെ, അതായത് പ്യുവർ കാഞ്ചീപുരത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കുറേ ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ പല ഇതിൻ്റെതും. അതായത് ഡൈയിങ്ങിൽ, അതായത് കാഞ്ചീപുരം സാരിയിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് സെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ കളർ ഫെയ്ഡായി പോകുന്നത്. അത് ഇത്രയും ലക്ഷങ്ങളെ കാഞ്ചീപുരം സാരിയിൽ കളർ പോകാൻ, അതാണ് സത്യാവസ്ഥ അതാണ്. പക്ഷെ പുറമുള്ളവർക്ക് അത് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതെ അതവർ ചിന്തിക്കാതെ ചെയ്യുന്നത്.